ഇന്ന് ഭയങ്കര ഒരു ഓർമ്മ ഷെയർ ചെയ്യാനാട്ടോ ഞാൻ വന്നിരിക്കുന്നത്. ഇത് ഞാവൽപ്പഴം. എനിക്ക് തോന്നുന്നു ഇപ്പോൾ പണ്ടൊക്കെ നമ്മുടെ വീട്ടിൻ്റെ സൈഡിലൊക്കെ ഉള്ള മരങ്ങളിലൊക്കെ ഇഷ്ടം പോലെ ഞാവൽപ്പഴം ഉണ്ട്. ഇപ്പം ഞാവൽപ്പഴം പൈസ കൊടുത്ത് വാങ്ങണം. മറ്റേത് സ്കൂളിൽ പോകുന്ന സമയത്തൊക്കെ റോഡിലൊക്കെ നിറച്ച് ഞാവൽപ്പഴം വീണ് കിടക്കുന്ന സംഭവമായിരുന്നു. ഞാനും അഭിരാമിയും ഇത് ഒത്തിരി കഴിക്കുമായിരുന്നു. ആൻഡ് പണ്ട് ഇപ്പം വരുന്നതിൻ്റെ ക്വാളിറ്റിയും ഇതൊക്കെ ആർട്ടിഫിഷ്യൽ ഉണ്ടാകണമെന്ന് പോലും അറിയില്ല. ഇതിൻ്റെ കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട്. ഭയങ്കര മസിലൊക്കെ ഉള്ള ഞാവൽപ്പഴങ്ങളാണ് വേണ്ടത്. പണ്ട് വീട്ടിലൊക്കെ ഉണ്ടാവുന്ന ഞാവൽപ്പഴത്തിന് ഇത്രയും എന്താ പറയുക ഫ്ലഷും മസിലൊന്നും ഉണ്ടാവാറില്ല. ആൻഡ് കുറേ നേരമായി ഞാൻ കഴിക്കണം. ഞങ്ങൾക്കിപ്പം ഞാനും അഭിരാമിയും പണ്ടിങ്ങനെ സ്കൂളൊക്കെ കഴിഞ്ഞ് വരുന്ന സമയത്ത് ഞാവൽപ്പഴം ഞങ്ങളുടെ നെയ്ബർ അങ്കിളുടെ വീട്ടിലുണ്ടായിരുന്നു. അപ്പോൾ അവർ നമുക്കൊരു സഞ്ചിയിലാക്കിയിട്ട് തരും. അവിടെ ഇങ്ങനെ വീഴുമ്പോൾ അവർ പറിച്ചിട്ട് സഞ്ചിയിലാക്കി തരും. അപ്പം ഞങ്ങൾ രണ്ടുപേരും ഇതിങ്ങനെ മാറി 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 കഴിക്കും. ആൻഡ് ദെൻ നാക്കൊക്കെ മൊത്തം ഇതിപ്പോൾ ഞാനൊരു 5-6 കഴിച്ചു. പക്ഷേ 5-6 8-10 കഴിച്ചു. പക്ഷേ ഇത്രയും നീലമായിട്ടുള്ളൂ. മറ്റേന്ന് പറഞ്ഞാൽ ഭയങ്കര നീല കളറും ആവും അല്ലേ. അപ്പോൾ അങ്ങനെ പക്ഷേ ഇത് ഞാൻ വഴിയിൽ നിന്ന് വാങ്ങിച്ചതാണ്. കണ്ടപ്പോൾ ഒരു പഴയ ഓർമ്മ, കുറേ നൊസ്റ്റാൾജിയൊക്കെ വന്നപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ വാങ്ങിക്കാം. ഓക്കെ, നിങ്ങൾക്കുണ്ടാവും അല്ലേ. ഞാൻ പിന്നെ ഒരു സാധനം ഉണ്ടല്ലോ, കാരക്കയൊക്കെ ഇപ്പോഴും കിട്ടും. പക്ഷേ പാപ്പുവിൻ്റെ ജനറേഷനിലുള്ള കുട്ടികൾക്കൊക്കെ ഇഷ്ടമാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കൊക്കെ അതിനെപ്പറ്റി അറിയുമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും അറിയാൻ സാധ്യതയില്ല. പണ്ട് കാരക്ക ഉണ്ടായിരുന്നു. കാരക്ക ഭയങ്കര പഴുത്തതും ഉണ്ടാവും, നല്ല മധുരമുള്ളത്. പിന്നെ കാരക്ക ഇച്ചിരി ഇങ്ങനെ എന്താ പറയുക, ഒരു ചെരച്ച ടേസ്റ്റിൽ ചെറുതായിട്ട് ഇങ്ങനെ ചതയണ രീതിയിലുള്ളത്. അത് ഉപ്പൊക്കെ ഇട്ട് കഴിക്കാനും എന്ത് രസമായിരുന്നു. ഇപ്പോൾ കാരക്കയും കിട്ടാനില്ല, ഞാവൽപ്പഴവും കിട്ടാനില്ല. അങ്ങനെ അപ്പോൾ ഏതായാലും ഞാൻ ഈ ഒരു ഓർമ്മ നിങ്ങളോട് ഷെയർ ചെയ്യാൻ വേണ്ടി വന്നതാണ്. ബൈ.